മന്ത്രി. ശത്രുക്കൾ കുറവാണെങ്കിലും ഉള്ളവർക്ക് ചിരിക്കാൻ ഒരു അവസരം. അഭിമാനം നോക്കിയിരുന്ന കുടുംബത്തിന്റെ സ്ഥിതി ഓരോ ദിവസം മോശമായി വരികയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മനസ്സിന് വേദന ഉളവാക്കുന്നതും ഇഷ്ടമല്ലാത്തതുമായ കാര്യങ്ങൾ ഒരിക്കലും ഓർക്കാതിരിക്കുക. രാധമ്മയൊക്കെ എങ്ങനെ മറക്കാനാ രാജു? അത്രയേറെ അപമാനമല്ലേ ആ വീടിന് കിട്ടിയത്? റോഷ്നി, പ്ലീസ്. സോറി രാജു, സോറി. ഓക്കെ, അപ്പോ ഇതിലൊന്ന് സൈൻ ചെയ്തേക്കണേ. ഓക്കെ, ഒരു മിനിറ്റ്. ബാ. ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അതോ ഇനി എന്നെ കണ്ടിട്ട് വാതിലും കുറ്റിയിട്ടകത്ത് ഒളിച്ചിരിക്കുകയാണോ? വർമ്മ സാറല്ലേ? കിടക്കുക. കണ്ട നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണവും കടമാക്കിയിട്ട് കിടന്ന് സൂഹിക്കുകയാണല്ലേ? ആ മാത്യുസേ, വാടോ, കേറിയിരിക്കുക. ഞാൻ ഇരിക്കാനെന്ന് വന്നല്ല സാറേ, ഞാൻ കാര്യങ്ങൾ അറിയാൻ അല്പം വൈകിപ്പോയി. ഞാൻ കടന്നെന്ന പൈസ എനിക്ക് ഉടനെ വേണം. ആ മാത്യുസേ, അത് പെട്ടെന്ന് ചോദിച്ചാ താനത് സാവകാശം തിരികെ തന്നാ മതി എന്നല്ലേ പറഞ്ഞത്? അന്ന് അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞുപോയി. പക്ഷെ അന്ന് എനിക്കറിയില്ലല്ലോ കപ്പൽ മുങ്ങി താന്നോണ്ടിരിക്കുകയാണെന്ന്. അന്ന് എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ആർക്ക് പണം കൊടുത്താലും അവരുടെ കയ്യിൽ നിന്ന് ആധാരോ ചെക്കോ സ്വർണോ എന്തെങ്കിലും ഈട് വാങ്ങിയിട്ടേ പണം എണ്ണി കൊടുക്കാറുള്ളൂ. പക്ഷേ സാറിന് പണം തന്നപ്പോ ഒരു വെള്ള പേപ്പറിൽ പോലും ഞാൻ ഒപ്പിട്ട് വാങ്ങിയില്ല. അതാ ഞാൻ ചെയ്ത അബദ്ധം. മാത്യുസേ, തനിക്ക് എന്നെ വിശ്വസിക്കാം. എന്ത് കണ്ടിട്ട് വിശ്വസിക്കാനാ? ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് എന്റെ പണം ഉടനെ കിട്ടണം, ഇല്ലെങ്കിൽ എന്റെ വിധം മാറും പറഞ്ഞേക്കാം. ഞാൻ തന്നെ പറ്റിക്കില്ല. എനിക്ക് അല്പം സാവകാശം തന്നാ മതി. തന്റെ പണം പലിശ സഹിതം ഞാൻ തിരികെ തരും. ഇതെന്റെ വാക്കാ. നിങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? വിഷം മേടിക്കാൻ പോലും തന്റെ കയ്യിൽ കാശില്ലെന്നാ നാട്ടുകാർ പറഞ്ഞു കേട്ടത്. വർമ്മ സാറേ, നീ മുഴുവൻ വിളിക്കാത്തവനാ. ഇപ്പോ അവൻ താൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നേ? എടാ, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ ആ കൊച്ചിനെ MBBS പഠിപ്പിക്കാൻ വേണ്ടി കടം വാങ്ങേണ്ട ആവശ്യം? അവളിനി പഠിച്ച് ഡോക്ടർ ആയാൽ തന്നെ നിന്നെ തിരിഞ്ഞു നോക്കൂ. എന്നിട്ടിപ്പോ വല്ലവരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ട ഗതികേടും. വർമ്മ സാറേ, ആരെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് എന്റെ കാശ് കിട്ടണം. അല്ലെങ്കിൽ ഒറ്റ എണ്ണത്തിനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. മാത്യുസേ, ഒച്ച എടുക്കണ്ട. അയൽക്കാരൊക്കെ കേൾക്കും. ഞാൻ തന്റെ പണം തിരികെ തരും. ആൾക്കാർ കേൾക്കാൻ എന്തിരിക്കുന്നു? നാട്ടുകാർ മൊത്തം അറിഞ്ഞു തന്റെ അവസ്ഥ. ഞാൻ മാത്രമേ അറിയാൻ അല്പം വൈകിയുള്ളൂ. ഞാൻ ഇപ്പൊ പോവുക. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ആരെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് എന്റെ പണം കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ. അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റത്തില്ല. ഏത് സമയത്ത് പൈസ എടുത്ത് കൊടുക്കാൻ തോന്നിയോ? ഇനി അഭിമാനം നോക്കി വെറുതെ വീട്ടിലിരുന്നാൽ ശരിയാവില്ല. ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇയാളുടെ കടം കുറേശ്ശെ തീർക്കണം. മോളുടെ വരുമാനം കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. മാത്രമല്ല, അവളെ ജോലിക്ക് വിടുന്നതിൽ എനിക്ക് മാനസികമായി തീരെ താല്പര്യമില്ല. പ്രതാപേട്ടൻ ഈ പ്രായത്തിൽ ജോലിക്ക് പോവാന്ന് പറഞ്ഞ മനസ്സുണ്ടെങ്കിൽ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല യാമിനി. പ്രതാപ, നീയൊരു മുൻ മന്ത്രിയായിരുന്നു. നീയേ ആരുടെയും കീഴിൽ പോയി ജോലി ചെയ്യുന്നൊന്നും ശരിയല്ല. ചേച്ചി എത്ര നാളെന്ന് പറഞ്ഞ അഭിമാനം കെട്ടിപ്പിടിച്ച് വീട്ടിലിരിക്കുന്നേ? കാര്യങ്ങൾ നടക്കണ്ടേ? കുറച്ചുനാൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും. അത് കഴിയുമ്പോൾ അവരെല്ലാം മറക്കും. വലിയ നിലയിലൊക്കെ ജീവിച്ച എത്രയോ പേർ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഞാനൊന്ന് ചിന്തിച്ച പ്രശ്നം തീരും. അതെ, ആ ഒരവസ്ഥ കാണാനാ ഞാനും കാത്തിരിക്കുന്നേ.
ജയിലിൽ കിടക്കുന്ന എന്റെ അച്ഛന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? തേച്ചു മിനിക്ക് ആ വെളുത്ത ഡ്രസ്സുണ്ടല്ലോ, അതിൽ കരിയും ചെളിയും ഒക്കെ പുരളുന്നത് കാണണം എനിക്ക്. രാധേ, ഞാനും ആ വഴിക്ക. ആ എൽദോ എനിക്കൊന്ന് കാണണം. താൻ ശരിയാക്കി കൊടുത്തിട്ടേ മാസം ഒന്നായി. വിളിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുക്കണില്ല. സ്വിച്ച് ഓഫ്, മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കാ. ഇന്ന് രണ്ട് സംസാരിക്കണം. ഓ, എന്താ വേണുവേട്ടാ ഇത്? നിങ്ങൾക്ക് എന്തിനാ ഇനി ഫാൻ? ഈ വീട്ടിലെല്ലാ മുറിയിലും AC ഇല്ലേ? എന്നാലും വന്ന വഴി മറക്കാൻ പറ്റൂടി. നിങ്ങള് നന്നാവാനൊന്നും പോകുന്നില്ല. പാടി ഇങ്ങോട്ട്. അങ്ങേരൊരു ഫാൻ. ആരെ ചെന്ന് കണ്ട ഒരു ജോലി ലഭിക്കും? പരിചയമുള്ളവരാരും ജോലി തരില്ല. അല്ലെങ്കിൽ തന്നെ ഞാനൊരു ജോലി അന്വേഷിച്ച് ചെന്നാൽ ആരാ വിശ്വസിക്കുക? സ്വന്തമായി ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്ന ആൾ, മുൻ മന്ത്രി. ശത്രുക്കൾ കുറവാണെങ്കിലും ഉള്ളവർക്ക് ചിരിക്കാൻ ഒരു അവസരം. അഭിമാനം നോക്കിയിരുന്ന കുടുംബത്തിന്റെ സ്ഥിതി ഓരോ ദിവസം മോശമായി വരികയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വരുമാനത്തിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഇനിയും കടം വാങ്ങാൻ എനിക്ക് വയ്യ. വേണുവേട്ടാ, ദാ അങ്ങോട്ടൊന്ന് നോക്കി. നമ്മളെ വേദനിപ്പിച്ചതിന്റെ ഫലമാ ഇയാളിന്ന് അനുഭവിക്കുന്നേ. ഇതുകൊണ്ടൊന്നും തീരില്ല. ദൈവം എന്നൊരാള് മുകളിലുണ്ടല്ലോ, ഇനി അനുഭവിക്കും 100 ഇരട്ടിയായിട്ട്. നശിച്ച അയാളുടെ കുടുംബത്തിന്റെ നാറാണക്കല്ല് തകരണം. എടീ, സാറിന് ഇങ്ങനെയൊക്കെ ശപിക്കേണ്ട കാര്യമുണ്ടോ? സാറ് വലിയ വീട്ടിലൊക്കെ താമസിച്ചല്ലേ? ഒരു സുപ്രഭാതത്തിൽ ആ വലിയ വീട്ടിൽ നിന്ന് ചെറിയ വീട്ടിലേക്ക് മാറിപ്പോയി. അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുണ്ടാവും. അതിന്റെ വിഷമ സാറിന്റെ മുഖത്തേ കാണുന്നത്. നിങ്ങൾ ആ ദുഷ്ടന്റെ സൈഡും പറഞ്ഞിരുന്നോ? അയാള് ദ്രോഹിച്ചതേ നമ്മുടെ കുടുംബത്തിനെയാ, അല്ലാതെ അന്യരെയല്ല. അത് മറക്കരുത്. നീ ഇനി കാട് കയറി ചിന്തിക്കാനൊന്നും പോണ്ട. ഞാൻ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിനക്കത് മനസ്സിലാവില്ല. കാരണം നമ്മൾ ചെറിയ വീട്ടിൽ നിന്നാ ഇത്രയും സൗകര്യങ്ങളുള്ള വലിയ വീട്ടിലേക്ക് മാറിയത്. അതുകൊണ്ട് നിനക്കൊരു സങ്കടം ഉണ്ടാവില്ലടേ. അതാ ഞാൻ പറഞ്ഞേ. നിങ്ങൾക്ക് അത്ര സങ്കടമാണെങ്കിലേ അയാളുടെ വീട്ടിൽ പോയി താമസിക്കും. അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാനാ?